അട്ടപ്പാടിയിലെ കുറുമ്പ ആദിവാസികൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ സ്ഥാപിച്ച ഹെൽത്ത് സെന്ററിൽ ജീവനക്കാർ എത്തുന്നില്ലെന്ന് പരാതി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ഒരു ദിവസം പോലും ആരോഗ്യവകുപ്പ് ജീവനക്കാർ ജോലിക്കെത്തിയിട്ടില്ല. അട്ടപ്പാടിയിലെ ഉൾവനത്തിൽ കഴിയുന്ന കുറുമ്പ ആദിവാസി ഊരുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുന്നതിനായാണ് ആനവായി ഊരിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഹെൽത്ത് സെന്റർ അനുവദിച്ചത്. ഇതിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് മികച്ച സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ഇവിടേക്ക് ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു ദിവസം പോലും ഈ ഹെൽത്ത് സെന്റർ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. ഹെൽത്ത് സെന്ററിൽ പ്രവർത്തിക്കേണ്ട ജീവനക്കാരി ആനവായി ഊരിൽ നിന്നും 10 കിലോമീറ്ററോളം അകലെയുള്ള ചിണ്ടക്കി ഹെൽത്ത് സെന്ററിൽ വന്ന് തിരിച്ചു പോകുകയാണെന്നും ഊരു നിവാസികൾ ആരോപിക്കുന്നു. ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കാത്തതിനാൽ ചെറിയ രോഗങ്ങൾക്ക് പോലും കാട്ടുവഴിയിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം ചികിത്സ തേടാൻ. അപ്പോൾ അന്നൊക്കെ മുതൽ ഇന്നേ വരേക്ക് ഈ ഹെൽത്ത് സെന്ററിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ആരും വരുന്നില്ല, ആരും വന്നിട്ടില്ല. അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ഒരു പക്ഷേ അറിയാൻ കഴിയില്ല. ഹെൽത്ത് സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നില്ലെങ്കിലും എല്ലാ വർഷവും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ യാതൊരു മടിയും കാണിക്കുന്നില്ല. വനം വകുപ്പും ആരോഗ്യവകുപ്പും ഈ കെട്ടിടത്തിന്റെ മറവിൽ ലക്ഷങ്ങളാണ് ചെലവഴിച്ചിട്ടുള്ളത്. കെട്ടിടം ചോർന്നൊലിക്കുന്നുവെന്ന കാരണത്താൽ കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് മേൽക്കൂരയ്ക്ക് മുകളിൽ അലുമിനിയം ഷീറ്റിട്ട് പണം ചെലവഴിച്ചു. കുടിവെള്ള ടാങ്കും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും തുറന്നു പ്രവർത്തിച്ചിട്ടില്ലാത്ത ഹെൽത്ത് സെന്ററിനായി പണം ചെലവഴിക്കാൻ ആവേശം കാണിക്കുന്ന അധികൃതർ ഒരു ജീവനക്കാരനെ കൂടി കൊണ്ടുവരാൻ ആവേശം കാണിക്കണമെന്നാണ് ഊരുകാർ പറയുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.